കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിൽ 40 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിനും അതോടൊപ്പമുള്ള മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ പ്രവചന വിഭാഗം രാവിലെ 10 മണിക്ക് ഇറക്കിയിട്ടുള്ള റഡാർ റിപ്പോർട്ടിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരിൽ അതികഠിനമായ മഴ 3 മണിക്കൂർ ഉണ്ടാകും എന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ ധാരണ. 3 മണിക്കൂറിൽ ഒരു നല്ല നേരം പിന്നിട്ട് കഴിഞ്ഞു. 40 കിലോമീറ്റർ വരെ ശക്തമായിട്ടുള്ള കാറ്റും മഴയുടെ ഭാഗമായിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. ഈ രണ്ട് പ്രശ്നങ്ങളും 3 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും അത് വടക്കോട്ട് നീങ്ങാൻ ആകുന്ന വിധത്തിലാണ് റഡാറിലെ ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത്. 3 മണിക്കൂർ നേരത്തിൻ്റെ ഭാഗമായിട്ടുള്ള മഴ വലിയ അളവിലാണ് പെയ്തിട്ടുള്ളത്. നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ സാധാരണ ഒരു മഴയിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നതിനേക്കാൾ വലിയ അളവിലാണ് മഴ പെയ്തിട്ടുള്ളത്. ആ മഴയുടെ ഭാഗമായിട്ടുള്ള വെള്ളക്കെട്ടുകളുണ്ട്. പക്ഷേ പലയിടത്തും ഇപ്പോൾ ഞാൻ 4-5 കേന്ദ്രങ്ങളിൽ നഗരത്തിൽ പോയിരുന്നു. നേരത്തെ കണ്ടതിനേക്കാൾ വെള്ളം സാമാന്യം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോകാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം ഒരേ സമയത്ത് പെയ്യുന്നു എന്ന പ്രശ്നമുണ്ട്. ഇത്തവണ മഴയുടെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണേണ്ടതും ശ്രദ്ധയോടെ നോക്കേണ്ടതുമായ കാര്യം, മഴ ആരംഭിക്കുന്നതിന് ഏതാനും സമയങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അതിൻ്റെ കൃത്യമായ അളവോട് കൂടിയിട്ടുള്ള പ്രവചനം നമുക്ക് ലഭ്യമാകുന്നത്. സാധാരണ പറയുന്നത് പോലെ അലർട്ടുകളല്ലാതെ നേരത്തെ നമുക്ക് ഇത്ര കൃത്യതയോടുകൂടിയുള്ള മഴയെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഇത് 10 മണിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ഇത്രയും കടുത്ത മഴയിലേക്ക് പോകും എന്ന് പറഞ്ഞത്. എന്തായാലും നല്ല ഒരുക്കത്തോടെ കാണണം. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നൊരു ഭീതി ഞങ്ങൾ പറഞ്ഞു, അത് നമുക്ക് ബോധ്യപ്പെടാൻ ഇനിയും കുറച്ചുകൂടി സമയമുണ്ട്. വേനൽ മഴ വലിയ അളവിൽ കിട്ടി. ഇപ്പോൾ കളമശ്ശേരിയിലൊക്കെ 1.5 മണിക്കൂർ കൊണ്ട് പെയ്ത മഴ 162 mm മഴയാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതുവരെ 1.5 മണിക്കൂറിനകത്ത് 162 mm മഴ ഒരേ പ്രദേശത്ത് സമീപ ഭൂതകാലത്ത് ഉണ്ടായിട്ടില്ല. വേനൽ മഴ ആ അളവിൽ വരികയും മൺസൂൺ 31-ന് വരുമെന്ന് പറഞ്ഞിരുന്നത് 30-ന് തന്നെ പ്രവേശിക്കുകയും ചെയ്തപ്പോൾ മൺസൂണിൻ്റെ ആദ്യ ക്വാർട്ടറിനെ കുറിച്ചിട്ടുള്ളൊരു ആശങ്കയുണ്ട്. എന്തായാലും 1-2 ദിവസങ്ങൾക്കകം അതിൻ്റെ പൊതുവായിട്ടൊരു ചിത്രം നമുക്കറിയാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഉണ്ടാവുക. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് പോലെ തൃശ്ശൂർ നഗരത്തിൽ തന്നെ ഇപ്പോൾ വെള്ളക്കെട്ട് കുറച്ചുകൂടി 1 മണിക്കൂർ കൂടി കഴിയുമ്പോൾ ഏതാണ്ട് ഒഴിവാകും എന്നാണ് നമ്മൾ കരുതുന്നത്. അനാവശ്യമായ യാത്രകൾ, പ്രത്യേകിച്ചും മലപ്രദേശങ്ങളിലൂടെയുള്ള അനാവശ്യമായ യാത്രകൾ നിർബന്ധമായും ആളുകൾ ഒഴിവാക്കണം. വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സ്ഥലത്ത് സഹായത്തിന് ഇറങ്ങി പുറപ്പെടുന്ന എല്ലാവരോടും നന്ദി രേഖപ്പെടുത്താണ്. അങ്ങനെ തന്നെയും നമുക്ക് പോകാൻ കഴിയൂ. പക്ഷെ അനാവശ്യമായിട്ട് ജലം കൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ, അത് മുട്ടോളം വെള്ളമാണെങ്കിലും അരയ്ക്ക് വെള്ളമാണെങ്കിലും കഴുത്തോളം വെള്ളമാണെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള നീന്തൽ അറിഞ്ഞു എന്ന് പറഞ്ഞിട്ടാണെങ്കിലും അനാവശ്യമായിട്ട് വെള്ളത്തിൽ ഇറങ്ങാനുള്ള ഒരു ശ്രമത്തെയും പ്രോത്സാഹിപ്പിക്കരുത്. ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഡ്രോയിങ് ആണ്. ഏറ്റവും കൂടുതൽ മുങ്ങി മരണങ്ങളാണ് സാധാരണ നിലയിൽ നമ്മുടെ ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിൽ നല്ല ശ്രദ്ധ കാണിക്കണം. സാമൂഹിക പ്രവർത്തകർ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, അത് വേണ്ടെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷേ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അനാവശ്യമായിട്ടുള്ള ഒരു ആശങ്കയും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാവുന്ന വിധത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഈ ഘട്ടത്തിൽ നമുക്ക് കൂട്ടായി നിൽക്കാം. ഉച്ചയ്ക്കുള്ള IMDയുടെ പ്രവചനം കൂടി വരുന്നതോടുകൂടി നാളേക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരാം. നിലവിൽ വലിയ രീതിയിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു അസാധാരണ സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ അങ്ങനെ വന്നിട്ടില്ല. എല്ലാത്തിനെയും മുന്നിൽ കാണുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ക്വാർട്ടറിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞാൽ മാത്രമേ അങ്ങനെ ഒരു അങ്ങനെ അനാവശ്യമായിട്ടൊരു ഭീതി ജനിപ്പിക്കേണ്ട ആളുകളുടെ ഇടയിൽ. പക്ഷെ വെള്ളം നല്ലതുപോലെ വരുന്നുണ്ട്. അതാണ് ഒരുക്കം എല്ലാ കാര്യത്തിലുണ്ട്. പ്രളയത്തിൻ്റെ മുന്നൊരുക്കമല്ല, ഒരുക്കം സാധാരണ നിലയിൽ വേനൽമഴ കടുത്തപ്പോൾ വരാൻ പോകുന്ന മൺസൂണിൻ്റെ വെള്ളം കൂടിയാൽ എല്ലാ വിധത്തിലും തയ്യാറായിരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഏത് ഘട്ടത്തിലും 5,66,000-ലധികം ആളുകളെ പാർപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ദുരന്ത നിവാരണ സേനയുടെ എണ്ണം വർദ്ധിപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും NDRFുമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞു. ജൂൺ 3 അവരുടെ ആവശ്യമായിട്ടുള്ള 7ഓളം ടീമുകളെ വേണമെങ്കിൽ വിട്ടു നൽകാൻ ഏത് ഘട്ടത്തിൽ ശരിയാണെന്ന് പറഞ്ഞു. 2 ടീമുകളുടെ ക്യാമ്പ് ഓൾറെഡി തൃശ്ശൂരിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ മുന്നൊരുക്കങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. പ്രശ്നബാധിത പ്രദേശമായിട്ട്, അതായത് ഒരു സാധ്യത ഉണ്ടാകാൻ എന്തെങ്കിലും ഒരു പ്രതീക്ഷിക്കുന്ന അങ്ങനെ ഞാൻ ഇന്നത്തെ IMD റിപ്പോർട്ടുകൾക്ക് ശേഷം ഒന്ന് മാധ്യമപ്രവർത്തകരെ കാണാം. ഒരു പ്രത്യേക സ്ഥലം ഇപ്പോൾ അടയാളപ്പെടുത്തേണ്ട, പക്ഷേ ഓറഞ്ച് ബുക്കിൽ നമ്മൾ അപകടകരമാണെന്ന് നേരത്തെ കണ്ട സ്ഥലങ്ങളിലെല്ലാം താൽക്കാലികമായിട്ടുള്ളൊരു ശ്രദ്ധയുണ്ടാവുക. ഹൈലി വറണബിളായിട്ടുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധയുണ്ടാവുക. മലമ്പ്രദേശങ്ങളിൽ തുടർച്ചയായി ചെയ്യുന്ന മഴ ഉണ്ടാക്കാൻ പോകുന്നൊരു അപകടം മഴയില്ലാത്ത നേരത്തും ചിലപ്പോൾ മണ്ണിടിച്ചിലുകൾ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് മലമ്പ്രദേശങ്ങളിൽ അനാവശ്യമായ യാത്ര തൽക്കാലം ഒന്ന് ഒഴിവാക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. അല്ല, അതിപ്പോൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ ദുരന്തത്തെക്കുറിച്ചിട്ടുള്ള ഇപ്പോൾ മേയർ പറഞ്ഞ കാര്യം എനിക്കറിയില്ല. ആ വിധത്തിലൊരു നിരീക്ഷണത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടില്ല. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് അഭിപ്രായം തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിലും സർക്കാർ കോർഡിനേറ്റ് ചെയ്തുള്ളൊരു പ്രവർത്തനം ഉണ്ടാകും. ഇലക്ഷൻ കമ്മീഷൻ ROമാരും AROമാരും കൂടിയായിട്ടുള്ള സബ് കളക്ടർമാരെയും കളക്ടർമാരുടെയും നേതൃത്വത്തിൽ
ജനപ്രതിനിധികൾ പങ്കെടുത്ത് യോഗം ചേരരുത് എന്ന് പറഞ്ഞതിന് ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ശക്തമായി ഇടപെടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സർക്കാർ ചെയ്യുന്നുണ്ട്. ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായിട്ട് STMയും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും തുടർച്ചയായി യോഗങ്ങൾ ചേരുന്നുണ്ട്.